ഫിഷിംഗ് ബാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഏറ്റവും വില കുറവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി കരിമീൻ തീറ്റയുടെ കൂട്ടാണ്. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോകൾ ഷെയർ ചെയ്യുക. നിങ്ങളെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് കരിമീനുകളെ പിടിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ കരിമീൻ തീറ്റയുടെ കൂട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കരിമീൻ തീറ്റ ഉപയോഗിച്ചിട്ട് ഒരുപാട് കരിമീനുകൾ പിടിക്കുക. എൻ്റെ ഈ ചാനലിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കരിമീൻ്റെ തീറ്റ ഉണ്ടാക്കാനുള്ള വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനാദ്യമായിട്ട് വേണ്ടത് മൈദയാണ്. ഇത് 1/2 കിലോ മൈദ ഉണ്ട്. 1/2 കിലോ മൈദ നമുക്ക് 2 ദിവസത്തെ ഫിഷിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. ഉണ്ടോ? മൈദ എടുത്തു. ഇനി നമുക്ക് അതിൽ ചേർക്കാൻ പോകുന്നത് സൺഫെസ്റ്റിൻ്റെ ഡ്രീം ക്രീം ബിസ്ക്കറ്റാണ്. ഈ ക്രീം ബിസ്ക്കറ്റാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരിട്ടിട്ട് ഈ ക്രീം ബിസ്ക്കറ്റ് ഈ മൈദയിലേക്ക് ഇടാൻ പാടില്ല. ഇതിൽ 2 പാക്കറ്റ് ക്രീം ബിസ്ക്കറ്റ് ഉണ്ട്. ക്രീം ബിസ്ക്കറ്റ് ആദ്യം ഒരു പാത്രത്തിലേക്ക് ഇടുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട്, പരന്ന ഗ്ലാസ് എടുത്തിട്ട് ഈ ക്രീം ബിസ്ക്കറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ക്രീം ബിസ്ക്കറ്റിലെ തരികളെല്ലാം നന്നായിട്ട് അലിഞ്ഞ് ചേർക്കുക. ഇതിലേക്ക് അല്പം കൂടി വെള്ളം ഒഴിക്കുക. ഈ വെള്ളം ഒഴിച്ചത് സെറ്റാവണ വരെ ഒരല്പം വെയിറ്റ് ചെയ്യാം. അതിന് മുമ്പ് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഈ ക്രീം ബിസ്ക്കറ്റ് കുഴമ്പാക്കിയത് ഈ മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് വെള്ളം അധികം കൂടാൻ പാടില്ല. വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റ പെട്ടെന്ന് ഹുക്കുമെന്ന് വേർപെട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം കുറവായിട്ട് വേണം ഈ തീറ്റ മിക്സ് ചെയ്തെടുക്കാൻ. നന്നായിട്ട് മൈദയായി ക്രീം ബിസ്ക്കറ്റ് യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ മൈദയും ക്രീം ബിസ്ക്കറ്റും നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഉണ്ടോ? എല്ലാ ഭാഗത്തേക്കും ഈ ക്രീം ബിസ്ക്കറ്റിൻ്റെ ഭാഗങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വേറൊരു ഐറ്റമാണ്. ഐറ്റം നമുക്ക് എടുക്കാൻ പോവാം. ഇനി നമുക്ക് വേണ്ടത് വാഴയിലയാണ്. വാഴയില നമുക്ക് ഒരു ചെറിയ കഷ്ണം ചീന്തി എടുക്കാം. നല്ലൊരു വാഴയില കിട്ടിയിട്ടുണ്ട്. ഈ വാഴയിലേക്ക് ലേശം വെളിച്ചെണ്ണ, 2 തുള്ളി വെളിച്ചെണ്ണ
നന്നായി പുരട്ടിയെടുക്കുക. പുരട്ടിയെടുത്തതിന് ശേഷം നമ്മളുടെ ഈ തീറ്റയുടെ കൂട്ട് വാഴയിലേക്ക് നന്നായി പരത്തി വെക്കുക. പരത്തുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അധികം വെള്ളം ആവരുത്, പാകത്തിന് വെള്ളം മതി. ഇനി വാഴയില നമുക്കൊന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തിട്ട് ഈ വാഴയിലയുടെ എൻഡിൻ്റെ ഭാഗത്തേക്ക് ഈ 2 ജോയിൻറ്റും മുട്ടിച്ച് കൊടുക്കുക. അമർത്തി കൊടുക്കുക മുകളിൽ. അപ്പോൾ നമ്മൾ കരിമീൻ പിടിക്കാനുള്ള തീറ്റ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മൺചട്ടി ഗ്യാസിന്മേൽ ചൂടാക്കാൻ പോവുകയാണ്. ഈ വാഴയിലയിൽ പരത്തി വെച്ചിട്ടുള്ള ഈ തീറ്റ നമുക്കൊന്ന് ചുട്ടെടുക്കണം. ഈ ചുട്ടെടുക്കാൻ കുറച്ച് സമയമാവും. അപ്പോൾ വല്ലാതെ കരിയാതെ നമ്മളത് ശ്രദ്ധിക്കുക. ആവശ്യത്തിന് മറിച്ചിട്ട് കൊടുക്കണം. കരിമീൻ തീറ്റ വേവ് ശരിയായി വരുന്നുണ്ട്. തീറ്റ അധികം വേവ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം ചെയ്ത് ശരിയാക്കി എടുക്കാൻ. വെള്ളം കൂടിയാൽ ഈ കുളത്തിൻ്റെ മുകളിൽ നിന്ന് ഈ തീറ്റ വേഗം ഊരിപ്പോവും. അപ്പോൾ നമ്മൾ തീറ്റ ഇട്ട സമയത്ത് കരിമീൻ്റെ കുഞ്ഞുങ്ങളായിരിക്കും ആദ്യം വരിക. പൂട്ട അങ്ങനത്തെ തുടങ്ങിയ മത്സ്യക്കുഞ്ഞുങ്ങൾ വന്നിട്ട് ആദ്യം ഈ തീറ്റേനെ എടുക്കും. അതിന് ശേഷമാണ് നമുക്ക് വലിയ കരിമീനുകൾ തീറ്റ എടുക്കാൻ വരിക. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ തീറ്റ എടുത്ത് വരുമ്പോഴേക്കും ഈ തീറ്റ ഹുക്കിന് മുകളിൽ നിന്നും വേർപെട്ട് പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം പാകത്തിന് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ തീറ്റയിൽ. തീറ്റ വെന്തോന്ന് നമുക്ക് നോക്കാം. തീറ്റ ഒന്ന് മറിച്ചിടാം. ഒരു സൈഡ് വേവായിട്ട് വരണുള്ളൂ. നമ്മളുടെ തീറ്റ വേവ് ശരിയായി വരുന്നുണ്ട്. ഒരു ഭാഗം വെന്ത് തുടങ്ങി ഉണ്ടോ. അപ്പം നമ്മൾ ഒരു നേരത്തേക്കുള്ള തീറ്റ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കിയായിട്ട് ഒരു ക്രീം ബിസ്ക്കറ്റിൻ്റെ പകുതിയും കൂടി ഉണ്ട്. ഇതിൽ മൈദയും പകുതിയുണ്ട്. അപ്പോൾ 40 രൂപയ്ക്ക് നമ്മൾ ഈ തീറ്റയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം ഫിഷിങ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ അട നമുക്ക് 2 ആൾക്ക് വൈകിട്ട് ചൂണ്ടലിടാനുള്ള തീറ്റ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു നേരത്തെ തീറ്റയ്ക്ക് 20 രൂപ ചാർജ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വാഴയുടെ ഇല എടുത്ത് മാറ്റാനുള്ള സമയമുണ്ട്. അമ്മായി അടയുടെ വേവ് പാകമായി നോക്കിയേ. അമ്മയുടെ വീട് മുത്തമാവാണ്. മുത്തമാവിൽ അവിടെയുള്ള കനാലിൽ ഒരു ഇഷ്ടം പോലെ കരിമീനുള്ള സ്ഥലമാണ്. അപ്പോൾ മാമനൊക്കെ ഒരുപാട് കരിമീൻ പിടിക്കുന്ന ആളായതുകൊണ്ട് അമ്മയ്ക്കൊക്കെ ഈ തീറ്റയൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്നറിയും. പക്ഷേ ഈ തീറ്റയുടെ ടെക്നിക്ക് ഞാനായിട്ട് കണ്ടുപിടിച്ചതാണ്. മാമനൊക്കെ ചൂണ്ട കൊള്ളിക്കിഴങ്ങൊക്കെ വെച്ചിട്ടാണ്, കൊള്ളിക്കിഴങ്ങ് ചുട്ടിട്ടാണ്. മതിയാ? എന്നാ തീ കുറച്ചിട്ട് ഓഫായിക്കോ. അപ്പൊ നമ്മളെ അട വേവായിണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. അമ്മയുടെ പേര് തങ്കമണി എന്നാണ്. ഉണ്ടോ? വേവ് പാകമായിട്ടുണ്ട്.
വേവ് കൂടിയാലും കുഴപ്പം കുറഞ്ഞാലും കുഴപ്പമാണ്. നല്ല ചൂടുണ്ട്. ഓഫ്. നമുക്ക് ചട്ടി ഇറക്കി വെക്കാം. ചട്ടി ഇറക്കി വെച്ചിട്ട് ചൂട് കൊടുക്കുന്ന ചട്ടിയിൽ വെള്ളം ഒഴിക്കരുത്. ചട്ടി ചൂടാറിയതിൻ്റെ ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചട്ടി കേടാവും. ഇനി നമ്മുടെ ഈ സ്പെഷ്യൽ കരിമീൻ തീറ്റ ഒന്ന് ചൂടാറണം. അപ്പോൾ ഈ കരിമീൻ തീറ്റ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി ഒരു ദിവസത്തെ ഫിഷിങ്ങിനുള്ള മൈദയും ക്രീം ബിസ്ക്കറ്റും ബാക്കിയുണ്ട്. അത് ഞാൻ പറഞ്ഞത് 40 രൂപയുടെ തീറ്റയ്ക്കുള്ള ഐറ്റംസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 ദിവസം നമുക്ക് ഫിഷിങ് ചെയ്യാനുള്ള കിട്ടുന്നു. അപ്പോൾ സുഹൃത്തുക്കൾ, അടിപൊളിയായിട്ടുള്ള കരിമീൻ തീറ്റ ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് കരിമീൻ തീർച്ചയായിട്ടും കിട്ടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാനിത് ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള ഒരു കരിമീൻ തീറ്റയാണ്. ഇനി ഒരുപാട് കരിമീൻ തീറ്റകളുടെ കൂട്ട് നമുക്ക് പറഞ്ഞു തരാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും. താങ്ക്